Hi all, myself Jibin. We are continuing our discussion on topic finite element analysis. In this session, we are going to discuss about one more solved example from one-dimensional bar element. In this question, we will consider axial loading conditions and self-weight of the element is also considered. Let's read the question carefully. A steel plate of uniform thickness 25 mm is subjected to a point load of 420 Newton at mid depth as shown in figure. The plate is also subjected to self-weight. If the Young's modulus is 2 into 10 raised to 5 Newton per mm square and unit weight density is 0.8 into 10 raised to minus 4 Newton per mm cube, calculate the following. First one, displacement at each nodal point. Second one, stress in each element. Figure question തന്നിട്ടുണ്ട്. ഫിഗറിൽ മിഡ് വേയിൽ 420 ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. now നമുക്ക് സ്റ്റീൽ പ്ലേറ്റിനെ എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ സ്റ്റീൽ പ്ലേറ്റിൽ മിഡ് ഡെപ്തിൽ ഒരു 420 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളൊരു നോഡ് കൊടുക്കണം. ആ സെയിം ലൊക്കേഷനിൽ തന്നെയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ ചേഞ്ച് വരുന്നത്. സോ കോമൺ ആയിട്ട് നമുക്ക് ഒരു നോഡ് പോയിൻറ്റ് മാത്രം അവിടെ യൂസ് ചെയ്താൽ മതി. വേറെ ക്രോസ് സെക്ഷണൽ ഏരിയ ചേഞ്ചോ മെറ്റീരിയൽ ചേഞ്ചോ എക്സ്റ്റേണൽ ലോഡോ ഒന്നും ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 3 നോഡ് പോയിൻറ്റ് യൂസ് ചെയ്താൽ മതി. നോഡ് 1, നോഡ് 2 ആൻഡ് നോഡ് 3. Now there are two elements, element 1 and element 2. U1 is the displacement at node 1, U2 is the displacement at node 2, U3 is the displacement at node 3. Now we will note down the given data. Thickness T equal to 25 mm. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, ബട്ട് ഓരോ എലമെൻറ്റിൻ്റെയും വിഡ്ത്തും തിക്നെസ്സും തന്നിട്ടുണ്ട്. സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ എലമെൻറ്റ് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ എലമെൻറ്റ് 1 A1 ഈക്വൽ ടു 100 ഇൻറ്റു 25, ദാറ്റ് ഈസ് 2500 mm സ്ക്വയർ. ഏരിയ ഓഫ് എലമെൻറ്റ് 2 ഈക്വൽ ടു 80 ഇൻറ്റു 25, ദാറ്റ് ഈസ് 2000 mm സ്ക്വയർ. Length of element 1 L1 equal to 200 mm. Length of element 2 L2 equal to 200 mm. Young's modulus E is 2 into 10 raised to 5 Newton per mm square. Unit weight density rho is 0.8 into 10 raised to minus 4 Newton per mm cube, and the point load P is 420 newtons. Previous questions നമ്മൾ ഡിസ്ക്രിറ്റൈസേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തിരുന്നത് ഫോർമുലേഷൻ ഓഫ് എലമെൻറ്റ് ഇക്വേഷൻ ആയിരുന്നു. അവിടെ നമ്മൾ സെൽഫ് വെയ്റ്റ് കൺസിഡർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എലമെൻറ്റ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാമായിരുന്നു. ബട്ട് ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് സെൽഫ് വെയ്റ്റ് കൺസിഡർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബോഡി ഫോഴ്സ് വെക്ടർ ആദ്യം ഫോർമുലേറ്റ് ചെയ്യണം, എന്നിട്ടാണ് എലമെൻറ്റ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്. സെൽഫ് വെയ്റ്റ് കൺസിഡർ ചെയ്യുന്ന കേസിൽ ബോഡി ഫോഴ്സ് വെക്ടറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. F ഈക്വൽ ടു റോ ഇൻറ്റു എ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 1. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഓരോ എലമെൻറ്റിനും എലമെൻറ്റ് ഫോഴ്സ് വെക്ടർ ആദ്യം ഫോർമുലേറ്റ് ചെയ്യും. അത് അസംബിൾ ചെയ്ത് നമ്മൾ ബോഡി ഫോഴ്സ് വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. വി വിൽ കൺസിഡർ ദ എലമെൻറ്റ് 1. എലമെൻറ്റ് 1ൽ നോഡൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് F1 F2 ആണ്. സോ ദ ഫോഴ്സ് വെക്ടർ ഈസ് F1 F2 ഈക്വൽ ടു റോ 1 A1 L1 ബൈ 2 ഇൻറ്റു 1 1. ഇതിൽ ഡെൻസിറ്റിയുടെ വാല്യൂം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്ത്തും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് F1 F2 ഈക്വൽ ടു 20 20. ലെറ്റ്സ് കൺസിഡർ എലമെൻറ്റ് 2. എലമെൻറ്റ് 2ൻ്റെ ഫോഴ്സ് വെക്ടർ ഈസ് F2 F3 ഈക്വൽ ടു റോ 2 A2 L2 ബൈ 2 ഇൻറ്റു 1 1. നോട്ട്സ് വരുന്നത് 2ഉം 3ഉം ആണ്. റോ 2ൻ്റെയും A2ൻ്റെയും L2ൻ്റെയും വാല്യൂ നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദി ഇക്വേഷൻ വിൽ ബിക്കം F2 F3 ഈക്വൽ ടു 16 16. നമ്മൾ രണ്ട് എലമെൻറ്റിൻ്റെയും എലമെൻറ്റ് ഫോഴ്സ് വെക്ടർ ഫോർമുലേറ്റ് ചെയ്തു. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഫോഴ്സ് വെക്ടർ F1 F2 ഈക്വൽ ടു 20 20. സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഫോഴ്സ് വെക്ടർ F2 F3 ഈക്വൽ ടു 16 16. നൗ ഇത് അസംബിൾ ചെയ്ത് വേണം നമ്മൾ ഗ്ലോബൽ ഫോഴ്സ് വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ. അസംബിൾ ചെയ്യുമ്പോൾ F1 F2 F3 ഈക്വൽ ടു, അതായത് 3 നോഡിലെയും നോഡൽ ഫോഴ്സസ് ഈക്വൽ ടു F1ൻ്റെ വാല്യൂ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇക്വേഷനിൽ നമുക്ക് കിട്ടും 20. F2 രണ്ട് എലമെൻറ്റ് ഇക്വേഷനിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. F2 എന്ന് പറയുന്നത് സെക്കൻഡ് നോഡിലെ നോഡൽ ഫോഴ്സ് ആണ്. സെക്കൻഡ് നോഡ് ഫസ്റ്റ് എലമെൻറ്റിനും സെക്കൻഡ് എലമെൻറ്റിനും കോമൺ ആണ്. സോ രണ്ടിടത്തും അതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അത് സം ചെയ്യുക. 20 + 16.
F3 വന്നിരിക്കുന്ന സെക്കൻഡ് എലമെൻറ്റിലാണ്. F3യുടെ വാല്യൂ 16. നൗ സം ചെയ്ത് കഴിയുമ്പോൾ ദി ഇക്വേഷൻ വിൽ ബിക്കം F1 F2 F3 ഈക്വൽ ടു 20 36 16. ഇപ്പോൾ നമുക്ക് കിട്ടിയത് സെൽഫ് വെയ്റ്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സ് വെക്ടറാണ്. ഇവിടെ മിഡ് വേയിൽ, അതായത് നോട്ട് 2വിൽ ഒരു 420 ന്യൂട്ടൺ ഫോഴ്സ് കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. F2നോടുകൂടി ആ വാല്യൂടെ നമ്മൾ ആഡ് ചെയ്താലേ ഗ്ലോബൽ ഫോഴ്സ് വെക്ടർ ആവുള്ളൂ. നൗ F2 will become 36 plus 420. Now the global force vector is F1 F2 F3 equal to 20 456 16. അടുത്ത സ്റ്റെപ്പ് എലമെൻറ്റ് ഇക്വേഷൻ്റെ ഫോർമുലേഷനാണ്. എലമെൻറ്റ് ഇക്വേഷൻ ഫോം ചെയ്ത് അസംബിൾ ചെയ്ത് ഗ്ലോബൽ ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യും. ആ ഗ്ലോബൽ ഇക്വേഷനിൽ നമ്മൾ ഫോഴ്സ് വെക്ടറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഗ്ലോബൽ ഫോഴ്സ് വെക്ടറിൽ നിന്നുള്ള വാല്യൂസ് ആയിരിക്കും. എലമെൻറ്റ് ഇക്വേഷൻ്റെ ജനറൽ ഫോം നമുക്കറിയാം. F1 F2 ഈക്വൽ ടു AE by L ഇൻറ്റു മെട്രിക്സ് 1 minus 1 minus 1 1 ഇൻറ്റു U1 U2. നൗ വിൽ കൺസിഡർ ഫസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് എലമെൻറ്റിൽ വന്നിരിക്കുന്ന നോട്ട്സ് 1ഉം 2 ആണ്. നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് U1ഉം U2 ആണ്. നോഡൽ ഫോഴ്സസ് F1ഉം F2 ആണ്. നൗ ദ എലമെൻറ്റ് ഇക്വേഷൻ ഈസ് F1 F2 ഈക്വൽ ടു A1 E1 by L1 ഇൻറ്റു മെട്രിക്സ് 1 minus 1 minus 1 1 ഇൻറ്റു U1 U2. ഏരിയയുടെയും യങ്സ് മോഡുലസിൻ്റെയും ലെങ്ത്തിൻ്റെയും വാല്യൂ നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. കോമൺ ഫാക്ടറായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 ഇൻറ്റു 10⁵ ആണ്. ദ ഇക്വേഷൻ വിൽ ബിക്കം F1 F2 ഈക്വൽ ടു 2 ഇൻറ്റു 10⁵ ഇൻറ്റു മെട്രിക്സ് 12.5 minus 12.5 minus 12.5 12.5 ഇൻറ്റു U1 U2. ദാറ്റ് ഈസ് എലമെൻറ്റ് ഇക്വേഷൻ 1. ഇവിടെ നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സിനകത്തുള്ള ടേംസിനെ A11 A12 A21 A22 എന്ന് നെയിം ചെയ്യുന്നു. ബിക്കോസ് കൺസിഡർ ചെയ്തിരിക്കുന്ന നോട്ട്സ് 1ഉം 2ഉം ആണ്. വി വിൽ കൺസിഡർ എലമെൻറ്റ് 2 നെക്സ്റ്റ്. എലമെൻറ്റ് 2വിൽ വന്നിരിക്കുന്ന നോട്ട്സ് 2ഉം 3ഉം ആണ്. നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് U2ഉം U3 ആണ്. നോഡൽ ഫോഴ്സസ് F2ഉം F3ഉം ആണ്. നൗ ദ ഇക്വേഷൻ ഈസ് F2 F3 ഈക്വൽ ടു A2 E2 by L2 ഇൻറ്റു മെട്രിക്സ് 1 minus 1 minus 1 1 ഇൻറ്റു U2 U3. ഏരിയയുടെയും യങ്സ് മോഡുലസിൻ്റെയും ലെങ്ത്തിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ നമ്മൾ കോമൺ ഫാക്ടറായിട്ട് 2 ഇൻറ്റു 10⁵ തന്നെ പുറത്തു നിർത്തുന്നു. നൗ ദി ഇക്വേഷൻ വിൽ ബിക്കം F2 F3 ഈക്വൽ ടു 2 ഇൻറ്റു 10⁵ ഇൻറ്റു മെട്രിക്സ് 10 minus 10 minus 10 10 ഇൻറ്റു U2 U3. ദാറ്റ് ഈസ് എലമെൻറ്റ് ഇക്വേഷൻ 2. നൗ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ അകത്തുള്ള ടേംസിനെ നമ്മൾ A22 A23 A32 A33 എന്ന് നെയിം ചെയ്യുന്നു. ബിക്കോസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന നോട്ട്സ് 2ഉം 3ഉം ആണ്. നൗ നമുക്ക് എലമെൻറ്റ് ഇക്വേഷൻസ് അസംബിൾ ചെയ്യാം. നമുക്ക് 2 എലമെൻറ്റ്സ് ആണുള്ളത്. 2 എലമെൻറ്റിനും സെപ്പറേറ്റ് ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. നൗ ഇത് അസംബിൾ ചെയ്ത് ഗ്ലോബൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. ഗ്ലോബൽ ഇക്വേഷൻ്റെ ഫോം F ഈക്വൽ ടു K ഇൻറ്റു U എന്നാണ്. വേർ F ഈസ് ഗ്ലോബൽ ഫോഴ്സ് വെക്ടർ F1 F2 F3. U ഈസ് ഗ്ലോബൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ U1 U2 U3. K ഈസ് ദ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കോമൺ ഫാക്ടറായിട്ട് എടുത്തിരിക്കുന്നത് 2 ഇൻറ്റു 10⁵ ആണ്. അത് നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. നൗ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിൽ 3 നോട്ട്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റിഫ്നെസ് മെട്രിക്സ് ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. ജനറൽ ടേംസ് നമുക്ക് എഴുതാം. A11 A12 A13 A21 A22 A23 A31 A32 ആൻഡ് A33. ഇനി ഈ ഓരോ ടേമിൻ്റെ സ്ഥാനത്തും എലമെൻറ്റ് ഇക്വേഷനിൽ എന്ത് വാല്യൂ ആണ് വന്നിരിക്കുന്നത് ആ വാല്യൂയും കൂടെ കോപ്പി ചെയ്യണം. A11ൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 12.5 ആണ്. സോ 12.5 കോപ്പി ചെയ്യുക. A12 മൈനസ് 12.5 ആണ്. A13 0 ആണ്. ദാറ്റ് മീൻസ് 2 എലമെൻറ്റ് ഇക്വേഷനിലും അത് വന്നിട്ടില്ല. A21 മൈനസ് 12.5 ആണ്. A22 എലമെൻറ്റ് 1ൻ്റെ ഇക്വേഷനിലും എലമെൻറ്റ് 2ൻ്റെ ഇക്വേഷനിലും വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്കത് സം ചെയ്യണം. ദാറ്റ് ഈസ് 12.5 പ്ലസ് 10. A23 മൈനസ് 10 ആണ്. A31 2 എലമെൻറ്റ് ഇക്വേഷനിലും വന്നിട്ടില്ല, അതുകൊണ്ട് 0 ഇടുക. A32 മൈനസ് 10 ആണ്. A33 10 ആണ്. നൗ ഇത് സം ചെയ്ത് കഴിയുമ്പോൾ ദ ഫൈനൽ ഗ്ലോബൽ ഇക്വേഷൻ വിൽ ബിക്കം F1 F2 F3 ഈക്വൽ ടു 2 ഇൻറ്റു 10⁵ ഇൻറ്റു മെട്രിക്സ് 12.5 മൈനസ് 12.5 0 minus 12.5 22.5 minus 10 0 minus 10 10 into U1 U2 U3. That is the equation number 3. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നോഡ് 1 ഫിക്സ്ഡ് ആണ്. അതായത്
നോഡ് 1 ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് u1 ഈക്വൽ ടു 0. ഗ്ലോബൽ ഫോഴ്സ് വെക്ടർ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. F1 F2 F3 ഈക്വൽ ടു 20 456 16. ഈ വാല്യൂസ് നമുക്ക് ഗ്ലോബൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗ്ലോബൽ ഇക്വേഷൻ 3 ആണ്. ഇക്വേഷൻ 3യിലേക്ക് ബൗണ്ടറി കണ്ടീഷൻസിൻ്റെ വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാം. നൗ ദി ഇക്വേഷൻ വിൽ ബിക്കം 20 456 16 ഈക്വൽ ടു 2 into 10 raised to 5 into matrix 12.5 minus 12.5 0 minus 12.5 22.5 minus 10 0 minus 10 and 10 into 0 u2 u3. ഇവിടെ രണ്ട് അൺനോൺസ് ആണുള്ളത്, u2 and u3. u2 and u3 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഹിയർ വി നോ u1 equal to 0, so we can neglect first row and first column of the stiffness matrix. Now the equation will be reduced to 456 16 equal to 2 into 10 raised to 5 into matrix 22.5 minus 10 minus 10 10 into u2 u3. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് u2ൻ്റെയും u3യുടെയും വാല്യൂ കണ്ടുപിടിക്കാം. മെട്രിക്സ് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഇക്വേഷൻസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 into 10 raised to 5 into 22.5 u2 minus 10 u3 equal to 456. Second equation is 2 into 10 raised to 5 into minus 10 u2 plus 10 u3 equal to 16. So we have two equations and two unknowns. Equation solve ചെയ്ത് കഴിയുമ്പോൾ we will get u2 equal to 1.888 into 10 raised to minus 4 mm, u3 equal to 1.968 into 10 raised to minus 4 mm. സെക്കൻഡ് പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് ഇൻ ഈച്ച് എലമെൻ്റ് ആണ്. സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ഇ ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. നൗ ഈ ഇക്വേഷൻ നമുക്ക് രണ്ട് എലമെൻറ്റിലേക്കും അപ്ലൈ ചെയ്യാം. സ്ട്രെസ് ഇൻ എലമെൻറ്റ് 1 സിഗ്മ 1 ഈക്വൽ ടു E1 ഇൻറ്റു u2 മൈനസ് u1 ബൈ L1. u2 മൈനസ് u1 എലമെൻറ്റ് 1ലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. u2ൻ്റെയും u1ൻ്റെയും L1ൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ 1 ഈക്വൽ ടു 0.188 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. Now for second element, sigma 2 equal to E2 into U3 minus U2 divided by L2. U3യുടെയും U2ൻ്റെയും L2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get sigma 2 as 0.008 Newton per mm². Now we have the final result. Nodal displacement U1 equal to 0, U2 equal to 1.888 into 10 raised to minus 4 mm. u3 equal to 1.968 into 10 raised to minus 4 mm. Stress in element 1 sigma 1 equal to 0.188 Newton per mm². Sigma 2 equal to 0.008 Newton per mm². With this we are concluding the discussion on one-dimensional bar element. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. Thank you so much for your patient listening. Thank you.